أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. മാന്യ പ്രേക്ഷകരെ, നവാഫിൽ അഥവാ ഐച്ഛിക കർമ്മങ്ങളുടെ പ്രാധാന്യം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ആത്മീയതയുടെ വസന്തകാലമായ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഐച്ഛിക കർമ്മങ്ങൾക്ക് ഒരു സവിശേഷമായ പ്രാധാന്യം തന്നെയാണുള്ളത്. റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന നവാഫിലുകൾക്ക് ഫർദിൻ്റെ പ്രതിഫലമാണെന്ന് ഹദീസുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. രാത്രിയിൽ അല്പസമയം ആ ഖുർആൻ കൊണ്ട് നീ ഉറക്കമുണർന്ന് നമസ്കരിക്കുക. നിനക്ക് ഐച്ഛികമായ ഒരു പുണ്യകർമ്മം എന്ന നിലയ്ക്ക് നിന്റെ നാഥൻ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിന്നെ ഉയർത്തിയേക്കാം. സൂറ ബനി ഇസ്രായിൽ 80-ാം വചനം. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അന്ത്യനാളിൽ ദാസരുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി കണക്കെടുക്കപ്പെടുന്നത് നമസ്കാരത്തിൻ്റെതാണ്. ആ കണക്കെടുപ്പ് ശരിയാണെങ്കിൽ അവൻ വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. ആ കണക്കെടുപ്പ് മോശമാണെങ്കിൽ അവൻ പരാജയപ്പെടുകയും നഷ്ടത്തിലായിരിക്കുകയും ചെയ്തു. അവൻ്റെ ഫർദുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്ലാഹു തആല ഇപ്രകാരം പറയും, നോക്കൂ, എൻ്റെ ദാസന് വല്ല നവാഫിലുകളുമുണ്ടോ? നവാഫിലുകൾ ഉണ്ടെങ്കിൽ ആ നവാഫിലുകൾ മുഖേന ഫർദുകളിൽ കുറവുണ്ടായത് പൂർത്തിയാക്കപ്പെടും. അതുപോലെ തന്നെയായിരിക്കും അവൻ്റെ മറ്റ് എല്ലാ കർമ്മങ്ങളുടെയും അവസ്ഥ. തിർമിദി കിതാബുസ്വലാ. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ്, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പറഞ്ഞു, അല്ലാഹു തആല പറയുന്നു, ഇതൊരു ഹദീസ് ഖുദുസിയാണ്, എൻ്റെ ദാസന് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ അവന് നിർബന്ധമാക്കിയതുമായ കാര്യങ്ങൾ മുഖേനയല്ലാതെ മറ്റൊരു കാര്യം മുഖേനയും എന്നോട് ഇത്രയധികം എടുക്കാൻ സാധിക്കില്ല. അതായത് എൻ്റെ ദാസൻ ഐച്ഛിക കർമ്മങ്ങൾ മുഖേന എൻ്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. ഞാൻ അവനെ സ്നേഹിച്ചാൽ ഞാൻ അവൻ്റെ കാതായി മാറും, അതുപയോഗിച്ച് അവൻ കേൾക്കുന്നു. അവൻ്റെ കണ്ണുകളായി മാറും, അതുപയോഗിച്ച് അവൻ കാണുന്നു. അവൻ്റെ കൈകളായി മാറും, അതുപയോഗിച്ച് അവൻ പിടിക്കുന്നു. അവൻ്റെ കാലുകളായി മാറും, അതുപയോഗിച്ച് അവൻ നടക്കുന്നു. അതായത് ഞാൻ അവൻ്റെ കാര്യസ്ഥനായി മാറുന്നു. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകും. സഹീഹുൽ ബുഖാരി കിതാബുർ റിഖാഖ്. ഈ വിഷയത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അഥവാ സുന്നത്ത് നമുക്കെല്ലാവർക്കും ഉത്തമമായ ഒരു മാതൃകയും മാർഗദർശനവുമാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പുറമെ സ്ഥിരമായി നവാഫിലും തഹജ്ജുദ് നമസ്കാരവും പതിവാക്കിയിരുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടുന്ന് തൻ്റെ കിടക്ക വിട്ട് അസ്വസ്ഥമായ മനസ്സോടെ തൻ്റെ സ്രഷ്ടാവും ഉടമസ്ഥനും എന്നെന്നും സ്നേഹിക്കപ്പെടുന്നവനുമായ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാവുകയും തൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് അവിടത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക സദസ്സ് പോലെയായിത്തീരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഉണ്ടാവും, മുന്നിൽ അവിടുത്തെ രക്ഷിതാവായ അള്ളാഹുവും. ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ റബ്ബ് അവൻ അനുഗ്രഹവും മഹത്വവുമുള്ളവനാണ്. ഓരോ രാത്രിയുടെയും 1/3 ഭാഗം ശേഷിക്കുമ്പോൾ ഈ ദുനിയാവിലെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നോട് വല്ലതും ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് നൽകാം. എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ? ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. സഹീ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രാത്രികാലങ്ങളിൽ വളരെയധികം പ്രാർത്ഥനകൾ നടത്തുകയും വളരെ ദീർഘമായി നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ചില സമയങ്ങളിൽ
ദീർഘനേരം നിൽക്കുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പാദങ്ങൾ നീരിവെക്കുകയും പൊട്ടുകയും ചെയ്യുമായിരുന്നു. ബുഖാരി കിതാബു തഹജ്ജുദ്. നവാഫിൽ അഥവാ ഐച്ഛിക കർമ്മങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു പ്രത്യേക മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇപ്രകാരം അരുളിയിട്ടുണ്ട്: നവാഫിലുകളിലൂടെ, അതായത് ഐച്ഛിക കർമ്മങ്ങളിലൂടെ ദാസൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അവസാനം അള്ളാഹു ആ ദാസൻ്റെ കൈകളും കാലുകളും കണ്ണുകളും കാതുകളുമായി തീരും. സഹാബായ്ക്കറാം റളിയല്ലാഹു തആല അൻഹും അവർക്ക് നവാഫിലുകൾ ഉണ്ടായിരുന്ന താല്പര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഹദീസ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാവുന്നതാണ്. ബുഖാരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഹദ്റത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് വിളിച്ച ഉടനെ മുതിർന്ന സഹാബിമാർ പള്ളിയിലെ തൂണുകളുടെ അടുത്തേക്ക് വേഗത്തിൽ പോവുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിർവഹിക്കാൻ വരുന്നതുവരെ നവാഫിലുകളിൽ, അതായത് ഐച്ഛികമായ നമസ്കാരങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇപ്രകാരം ചോദിച്ചു: ഇസ്ലാം സ്വീകരിച്ച ശേഷം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ഏറ്റവും മികച്ച കർമ്മം ഏതാണെന്ന് എന്നോട് പറയുക. കാരണം സ്വർഗത്തിൽ ഞാൻ എൻ്റെ മുന്നിൽ നിങ്ങളുടെ കാലൊച്ച കേട്ടു. അതിന് ഹദ്റത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല കർമ്മം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് രാത്രിയിലോ പകലിലോ ഏതൊരു സമയത്തും ഞാൻ വുളു എടുത്തപ്പോഴെല്ലാം തന്നെ എനിക്ക് സാധ്യമായ അത്രയും നഫൽ നമസ്കാരം ഞാൻ നിർബന്ധമായും നിർവഹിച്ചിട്ടുണ്ട്. നഫൽ നമസ്കാരങ്ങളിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ലഭിച്ചിട്ടുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതില്ല. സഹാബത്തിൻ്റെ തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു തആല തൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ സാലിം ഇപ്രകാരം നിവേദനം ചെയ്യുന്നു: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അബ്ദുല്ല എത്ര നല്ല മനുഷ്യനാണ്, രാത്രിയിൽ അവൻ അല്പം നവാഫിൽ നമസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാലിം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ നിർദ്ദേശത്തിന് ശേഷം ഇബ്നു ഉമർ രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ, അധിക സമയവും തഹജ്ജുദ് നമസ്കാരത്തിനായി ചെലവഴിച്ചിരുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട് രാത്രി മുഴുവൻ ദൈവസ്മരണ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതിനായി അദ്ദേഹവും ഭാര്യയും അവരുടെ ജോലിക്കാരനും കൂടി രാത്രിയെ 3 ഭാഗങ്ങളായി തിരിച്ചു. അവരിൽ ഒരാൾ തഹജ്ജുദ് പൂർത്തിയാക്കുമ്പോൾ അടുത്തയാളെ നമസ്കാരത്തിനായി വിളിച്ചുണർത്തുമായിരുന്നു. ചില സഹാബിമാർ തഹജ്ജുദ് നമസ്കാരത്തിൽ അമിതമായി മുഴുകിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർക്ക് മിതത്വവും മധ്യസ്ഥതയും പാലിക്കാൻ ഉപദേശം നൽകുകയും തങ്ങളുടെ ശരീരത്തിന് നൽകേണ്ട അവകാശം നൽകാനും നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു. ഐച്ഛിക കർമ്മങ്ങളും ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധവും എന്ന വിഷയത്തെ സംബന്ധിച്ച് കാലത്തിൻ്റെ ഇമാമായ സയ്യിദന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു: 5 നേരത്തെ നമസ്കാരങ്ങളും നോമ്പുകളും പോലുള്ള കൽപ്പനകൾക്ക് വെറും ബാഹ്യമായ അനുസരണത്തിൽ ഒരാൾ അഹങ്കരിക്കരുത്. അതായത് നമസ്കരിക്കേണ്ടിയിരുന്നു, നമസ്കരിച്ചു; നോമ്പെടുക്കേണ്ടിയിരുന്നു, എടുത്തു; സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നു, കൊടുത്തു എന്ന മട്ടിൽ ഐച്ഛിക കർമ്മങ്ങൾ അഥവാ നവാഫിൽ എപ്പോഴും സൽക്കർമ്മങ്ങൾക്ക് പൂരകവും പൂർണ്ണവുമാണ്. അവയാണ് പുരോഗതിക്ക് കാരണം. ഒരു സത്യവിശ്വാസിയുടെ നിർവചനം ഇതാണ്: ദൈവം തൻ്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ദാനധർമ്മങ്ങളും മറ്റും അവൻ അനുഷ്ഠിക്കും. കൂടാതെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നതിൽ അവന് സ്വന്തമായ സ്നേഹമുണ്ടായിരിക്കും. അതിൽ യാതൊരു കൃത്രിമത്വമോ പ്രകടനപരതയോ ഉണ്ടായിരിക്കരുത്. ഈ അവസ്ഥ അവൻ്റെ സത്യസന്ധമായ ആത്മാർത്ഥതയും ബന്ധവും വെളിപ്പെടുത്തുന്നു. അതുവഴി അള്ളാഹുവുമായി അവനൊരു സത്യസന്ധവും ശക്തവുമായ ബന്ധമുണ്ടാകുന്നു. ആ സമയത്ത് അള്ളാഹു അവൻ്റെ നാവാകുന്നു, അതുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ കാതുകളാകുന്നു, അതുകൊണ്ടാണ് അവൻ കേൾക്കുന്നത്. അവൻ്റെ കൈകളാകുന്നു, അതുകൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. മൽഫൂസാത്ത് വാല്യം 3 പേജ് 343. ഐച്ഛിക കർമ്മങ്ങളുടെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരിടത്ത് പറയുന്നു: ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, സത്യവിശ്വാസി നവാഫിലുകളിലൂടെ അഥവാ ഐച്ഛിക കർമ്മങ്ങളിലൂടെ ദൈവത്തോട് അടുപ്പം നേടുന്നു. നവാഫിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിശ്ചയിക്കപ്പെട്ട സേവനത്തിൽ വർധനവ് വരുത്തുക എന്നതാണ്. ഓരോ നല്ല കാര്യത്തിലും ഇഹലോകത്തിലെ ഒരു ദാസൻ അല്പം ചെയ്ത ശേഷം അലസനാകുന്നു. എന്നാൽ സത്യവിശ്വാസി വർധനവ് വരുത്തുന്നു. ഐച്ഛിക കർമ്മങ്ങൾ നമസ്കാരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് എല്ലാ നന്മകളിലും വർധനവ് വരുത്തുന്നതാണ് നവാഫിൽ അനുഷ്ഠിക്കുക എന്നത്.
സത്യവിശ്വാസി ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ആ ഐച്ഛിക കർമ്മങ്ങളുടെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ട്, അത് അവനെ അസ്വസ്ഥനാക്കുന്നു. അവൻ ദിനം പ്രതി നവാഫിലുകളിലും നന്മകളിലും പുരോഗതി കൈവരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനു സമാനമായി ദൈവവും അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സത്യവിശ്വാസി സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കി ദൈവത്തിൻ്റെ തണലിലായിത്തീരുന്നു. അവൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണ്, അവൻ്റെ കാതുകൾ ദൈവത്തിൻ്റെ കാതുകളായിത്തീരുന്നു. കാരണം അവൻ ഒരു കാര്യത്തിലും ദൈവത്തെ എതിർക്കുന്നില്ല. ഒരു നിവേദനത്തിൽ വന്നിട്ടുള്ളത് അവൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവ്, അവൻ്റെ കൈ ദൈവത്തിൻ്റെ കൈ ആയിത്തീരുന്നു എന്നതാകുന്നു. മൽഫുസാത്ത് വാള്യം 4 പേജ് 30. തഹജൂദ് നമസ്കാരത്തിലും നവാഫിലുകളിലും ഉണ്ടാകുന്ന അസ്വസ്ഥതയും വ്യാകുലതയും ശ്രദ്ധേയമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അസ്വസ്ഥന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്ദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ വിശ്രമം ഉപേക്ഷിക്കുകയും ആരാധനയ്ക്കായി എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴാണ് അസ്വസ്ഥത എന്ന അവസ്ഥ സംജാതമാകുന്നത്. എന്നാൽ എഴുന്നേൽക്കുന്നതിൽ മടിയും അശ്രദ്ധയും കാണിക്കുകയാണെങ്കിൽ ആ വേദനയും അസ്വസ്ഥതയും മനസ്സിൽ ഇല്ലെന്നത് വ്യക്തമാണ്. കാരണം ഉറക്കം ദുഃഖത്തെ അകറ്റുന്നു. എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ മനസ്സിലാകുന്നത് ഉറക്കത്തേക്കാൾ വലുതായ ഒരു വേദനയും ദുഃഖവും ഉണ്ടെന്നതാണ്. അതാണ് നമ്മെ ഉണർത്തുന്നത്. ഖുത്ബ ജുമാ 29/12/2017. ഈ പരിശുദ്ധ റമദാനിൽ നിർബന്ധ കടമകളോടൊപ്പം തന്നെ നവാഫിലുകൾ അഥവാ ഐച്ഛിക കർമ്മങ്ങളും ധാരാളമായി അനുഷ്ഠിക്കുന്നതിനും അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുമായി ഒരു സുദൃഢ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള തൗഫീക്ക് സർവശക്തനായ അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.